ചിന്തയാമി ദേവേശം. എനിക്ക് തോന്നിയത് രീതികളുള്ള ഒരു പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ പറ്റുന്ന ഒരു രാഗമാണ്. എന്നുവെച്ചാൽ മെലഡി ഉണ്ട്, എന്നാൽ അതിനൊരു ഒരു ഒരു ഗാംഭീര്യമുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഭാഗ്യവശാൽ അത് സാഹിത്യത്തിൽ തന്നെ യദുകുലോദിത വരദം. അപ്പം യദുകുല കാമ്പോജിക്കുള്ള ഒരു സ്കോപ്പ് പെട്ടെന്ന് ഈ വരികളിൽ തന്നെ അങ്ങനെ വന്നു. അപ്പം അതൊരു ഒരു ഒരു നിമിത്തമായിട്ട് തോന്നി എനിക്ക്. യദുകുല കാമ്പോജി തന്നെ ആവാം. അത് കഴിഞ്ഞ് എഗെയിൻ കുറച്ച് സമയം ഞാനൊരു ഒരു ഒരു പ്രതിമധ്യമ രാഗം എടുക്കണോ, ഇനിയിപ്പോൾ കല്യാണിയോ അല്ലെങ്കിൽ പൂർവ്വ കല്യാണിയോ അങ്ങനെ വല്ലതും വേണോ എന്നിങ്ങനെ ആലോചിക്കുകയുണ്ടായി. പിന്നെ ഞാൻ തീരുമാനിച്ചു വേണ്ട, വസന്തയാവാം. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം കുറച്ചൊരു ബയസ്ഡാണ് ഞാൻ. കാരണം ഈ പരമപുരുഷ വസന്തയിൽ പാടി എൻ്റെ ഗുരുനാഥനും പാടി വസന്തയ്ക്ക് എന്തോ ഈ പറഞ്ഞ ഒരു ഗുരുവായൂരപ്പൻ്റെയോ അല്ലെങ്കിൽ ഒരു പത്മനാഭൻ്റെയോ ഒക്കെ ഒരു ഫീൽ എനിക്ക് കിട്ടി. അങ്ങനെ വസന്തയിലേക്കാണ് മൂന്നാമത് എത്തിച്ചേർന്നത്.